നമസ്കാരം. കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. പന്തളത്ത് ഹോട്ടൽ ആക്രമണം, തലയ്ക്ക് പരിക്കേറ്റ് ഉടമ ആശുപത്രിയിൽ. ബുധനാഴ്ച വൈകുന്നേരം ഹോട്ടലിലെത്തിയ 3 പേർക്ക് 2 ചായ ആവശ്യപ്പെടുകയും തുടർന്ന് കടയുടമയുമായി വാക്കുതർക്കത്തിലേർപ്പെടുകയും ചെയ്തു. അതിനുശേഷം കടവിട്ട യുവാക്കൾ അല്പസമയത്തിന് ശേഷം 10-12 പേരുമായി ചേർന്ന് വന്ന് കടയുടമയും തൊഴിലാളികളെയും ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഗ്ലാസ് കൊണ്ട് തലയ്ക്ക് അടിയേറ്റ് കടയുടമ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. തലയിൽ 21 സ്റ്റിച്ചുകളുണ്ട്. പന്തളം കോഴഞ്ചേരി റൂട്ടിലുള്ള യുവാക്കളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയപ്പെടുന്നു. പ്രത്യേക കാരണമില്ലാതെ ആക്രമണത്തിന് മുതിർന്ന യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നതാണെന്ന് സംശയിക്കുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പന്തളം യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ ശ്രീകാന്താണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ളത്. KHRA സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രസാദ് ആനന്ദഭവൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM രാജ, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സജി കോശി, ജില്ലാ സെക്രട്ടറി ലിസി അനു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ നന്ദകുമാർ, ഉല്ലാസ്, MK സുനിത, ബിജു, മറ്റു ജില്ലാ യൂണിറ്റ് ഭാരവാഹികൾ ഹോസ്പിറ്റലിലെത്തി ശ്രീകാന്തിനെ സന്ദർശിച്ചു. കേരളത്തിലെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഓഫീസുകളിൽ AI റിസപ്ഷനിസ്റ്റ്. സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസുകളിൽ എത്തുന്നവരെ ഇനി സ്വാഗതം ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസപ്ഷനിസ്റ്റുകൾ. നിർബന്ധ ബുദ്ധി സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള റിസപ്ഷൻ പ്ലാറ്റ്ഫോമിലൂടെ ഓഫീസുകളുടെ പ്രാഥമിക വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും സംശയ നിവാരണത്തിനും സാധിക്കും. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തിരുവനന്തപുരം ജില്ലാ ഓഫീസിലാണ് ആദ്യമായി AI റിസപ്ഷനിസ്റ്റ് കിയോസ്കി കെല്ലി സ്ഥാപിച്ചത്. ഇതിൻ്റെ തുടർച്ചയായി കൊല്ലത്തുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസിലും മറ്റ് ജില്ലാ ഓഫീസുകളിലും കെല്ലി AI റിസപ്ഷനിസ്റ്റ് സേവനം വ്യാപിപ്പിക്കുന്നു. കാഞ്ഞങ്ങാട് 10ാം ക്ലാസ്സുകാരി വീട്ടിൽ പ്രസവിച്ച സംഭവത്തിൽ പിതാവ് റിമാൻഡിൽ. പെൺകുട്ടി വീട്ടിൽ പ്രസവിച്ചതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. കുട്ടി ആരുടെയും പേര് പറയാത്തതിനെ തുടർന്ന് DNA പരിശോധന നടത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അതിനിടയിലാണ് അച്ഛനെ അറസ്റ്റ് ചെയ്തത്. വ്യായാമം ചെയ്യുന്നതിനിടെ യുവാവ് ജിമ്മിൽ കുഴഞ്ഞു വീണു മരിച്ചു. മുളന്തുരുത്തി പെരുമ്പള്ളി ചാലപ്പുറത്ത് എബ്രാഹാം ഗ്രേസി ദമ്പതികളുടെ മകൻ രാജാണ് ഇന്ന് രാവിലെ ജിമ്മിൽ കുഴഞ്ഞു വീണു മരിച്ചത്. മുളന്തുരുത്തി പാലസ് സ്ക്വയറിലുള്ള ജിമ്മിൽ ഈ സമയം ആരും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടെ വ്യായാമം ചെയ്യാൻ ജിമ്മിലെത്തിയിരുന്ന ആളായിരുന്നു രാജ്. സാധാരണ രാവിലെ 6 മണിയോടെയാണ് ജിമ്മിലെത്താറുള്ളത്. എന്നാൽ മറ്റാവശ്യങ്ങളുള്ളതിനാൽ ഇന്ന് രാവിലെ 5-നെത്തി ജിം തുറന്ന് വ്യായാമം ആരംഭിക്കുകയായിരുന്നു. കുട്ടികളുമായി ഉല്ലാസയാത്ര പോയി വരുന്നുവെന്ന വ്യാജേനെ കാറിൽ MDMA-യുമായി ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയ 4 അംഗ സംഘം പിടിയിൽ. യുവതി ഉൾപ്പെടെ 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വട്ടിയൂർക്കാവ് IAS കോളനിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശ്യാം, ഇയാളുടെ പെൺസുഹൃത്ത് രശ്മി, ആര്യനാട് കടുവാക്കുഴി കുരിശടിയിൽ നൗഫൽ മൻസിലിൽ മുഹമ്മദ് നൗഫൽ, രാജാജി നഗർ സ്വദേശി സഞ്ജയ് എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂരിൽ ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ച് വീട്ടിലേക്കും പടർന്നു. മമ്പുറം മക്കാമിന് മുൻവശം AP അബ്ദുൾ ലത്തീഫിൻ്റെ വീട്ടിലാണ് അപകടം. വീടിനും സാധനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. രാത്രി 12:30ഓടെയായിരുന്നു അപകടം. തീ വളരെ വേഗം വീടിൻ്റെ ജനലുകളിലേക്കും മുറിയിലേക്കും പടരുകയായിരുന്നു. മുറിയിലുണ്ടായിരുന്ന AC, മറ്റു വീട്ടുപകരണങ്ങൾ കത്തി നശിച്ചു. കോഴിക്കോട് വടകരയിൽ നിന്ന് കാണാതായ +1 വിദ്യാർത്ഥിയുടെ മൃതദേഹം പുഴയിൽ കണ്ടെത്തി. മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയും വടകര ചാനിയം കടവ് സ്വദേശിയുമായ ആദിഷ് കൃഷ്ണയുടെ മൃതദേഹമാണ് ചാനിയം കടവ് പുഴയിൽ നിന്നും കണ്ടെത്തിയത്. കാറിടിച്ച് യുവാവ് കൊല്ലപ്പെട്ടിട്ടും വാഹനം നിർത്താതെ കടന്നു കളഞ്ഞ ആസാമീസ് നടി നന്ദിനി കശ്യപ് അറസ്റ്റിലായി. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന പോളിടെക്നിക് വിദ്യാർത്ഥി സമയുൽ ഹക്കിനെയാണ് നടിയോടിച്ച കാർ ഇടിച്ചത്. ജൂലൈ 25-നായിരുന്നു സംഭവം. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഗുരുതര പരിക്കേറ്റ ഹക്കിമിനെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. അപകടത്തിന് ശേഷം പരിക്കേറ്റയാളെ തിരിഞ്ഞു നോക്കാതെ നടി കാർ ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. US നാവികസേനയുടെ F-35 ഫൈറ്റർ ജെറ്റ് കാലിഫോർണിയയിൽ തകർന്നു വീണു. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ നിന്നും പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സെൻട്രൽ കാലിഫോർണിയയിലെ
ഫ്രെസ്നോ നഗരത്തിൽ നിന്നും ഏകദേശം 64 കിലോമീറ്റർ അകലെ ലേമൂറിന് സമീപം നേവൽ എയർ സ്റ്റേഷനടുത്താണ് ലോകത്തിലെ ഏറ്റവും ആധുനികമായ 5ാം തലമുറ വിമാനമായി കണക്കാക്കപ്പെടുന്ന F-35 തകർന്നു വീണത്. പൈലറ്റ് അപകടത്തിൽ നിന്നും വിജയകരമായി രക്ഷപ്പെട്ടതായും അപകട കാരണം അന്വേഷിച്ചു വരികയാണെന്നും US നാവികസേന പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.